ശ്രീമാത്രേ നമ. പയ്യന്നൂർ പെരുമാൾ. ഉഗ്രമൂർത്തി ഭാവത്തിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠയുള്ള പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ താരകാസുരവധത്തിന് ശേഷമുള്ള ദേവസേനാധിപതി സങ്കല്പത്തിൽ ഭഗവാൻ പൂജിതനാകുന്നു. ഉത്തര കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലും പഴനിയിലും ഒരേ സമയമാണ് പ്രതിഷ്ഠ നടത്തപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രീ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ ക്ഷേത്രത്തിൽ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇന്നും പാലിച്ചു പോരുന്നത്. കാവി വസ്ത്രധാരികളായ സന്യാസിമാർക്കും ഉപനയനമുള്ള ക്ഷത്രിയന്മാർക്കും അന്തർജനങ്ങൾക്കും മാന്ത്രിക കർമ്മം അനുഷ്ഠിക്കുന്നവർക്കും പ്രവേശനമില്ലാത്ത ഈ ക്ഷേത്രത്തിൽ രാജകീയമായ അടയാളങ്ങളോ ഉത്സവത്തിന് ആന എഴുന്നള്ളിപ്പും സദ്യയ്ക്ക് പപ്പടവും പാടില്ല എന്നത് ക്ഷേത്ര നിയമങ്ങളാണ്. ജ്യോതിഷ വിശ്വാസപ്രകാരം പൂയം നക്ഷത്രക്കാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണെന്ന് പറയപ്പെടുന്നു. ജ്യോതിഷം തൊഴിലായി സ്വീകരിച്ചവരും ഈ ക്ഷേത്രം തീർച്ചയായും സന്ദർശിക്കേണ്ടതാണ്. ജാതകത്തിൽ ചൊവ്വാദോഷമുള്ള വ്യക്തികൾ ഈ ക്ഷേത്ര ദർശനം നടത്തിയാൽ പരിഹാരമാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ ജാതകത്തിലെ ഗ്രഹദോഷങ്ങൾക്കും ഇവിടുത്തെ ദർശനം അത്യുത്തമമാണ്. ആനയുടെ പിൻഭാഗത്തിൻ്റെ മാതൃകയിൽ ശ്രീകോവിലുള്ള ഈ ക്ഷേത്രത്തെക്കുറിച്ച് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ സൂചനകളുണ്ട്. 6 അടി ഉയരമുള്ള സുബ്രഹ്മണ്യ പ്രതിഷ്ഠ കൂടാതെ ഗണപതി, ഭൂതത്താൻ, ഭഗവതി, ശാസ്താവ്, പരശുരാമൻ, കന്യാഭഗവതി തുടങ്ങിയ ഉപദേവതാ പ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിന് സമീപത്ത് സർപ്പക്കാവുമുണ്ട്. 12 അടി ഉയരമുള്ള കോമ്പൗണ്ട് മതിലും എല്ലാ കാലവും പൂത്തു നിൽക്കുന്ന ക്ഷേത്രത്തിലെ ഇലഞ്ഞിമരവും പവിത്ര മോതിരവുമെല്ലാം ഇവിടുത്തെ അത്ഭുതങ്ങളാണ്. 14 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമായ പയ്യന്നൂർ ആരാധനാ മഹോത്സവം ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങാണ്. എല്ലാവർക്കും ശ്രീ പയ്യന്നൂർ പെരുമാളിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമാത്രേ നമഃ.